ഹായ് ഫ്രണ്ട്സ്, ദിനേഷ് ഹിയർ ആൻഡ് വെൽക്കം ടു അവർ വ്ളോഗ്. ഇന്ന് ഞാനും കുഞ്ഞുസും കൂടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഞങ്ങൾ എന്താ എടുക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്ന് ലച്ചു നൈറ്റ് കഴിഞ്ഞിട്ട് ഉറങ്ങുവാണ്. അപ്പോൾ ഇന്ന് നൈറ്റ് ഉണ്ട്. അപ്പം ലച്ചു നല്ല സ്ലീപ്പിങ്. അപ്പം ഞങ്ങൾക്ക് കുറച്ച് പണികളുണ്ട്. ഞാൻ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് വീട്ടിലെ തന്നെ കുറച്ച് പരിപാടികളും ഇവിടെ ഞങ്ങൾ കുറച്ച് ആഡ് ഓൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് കാര്യങ്ങൾ. അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ കുഞ്ഞു വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞു ഗ്ലാസ് എടുത്ത് വെച്ചതാണ്, ഞാൻ പറഞ്ഞിട്ടല്ല വെച്ചേക്കുന്നത്. ഈ കുഞ്ഞു ഇത് നമ്മൾ എന്താ ചെയ്യുന്നത്? ഷൂ നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? ന്യൂ പോട്ടിലല്ല, നമ്മൾ ഇവിടെ വാഷ് ചെയ്യാൻ പോകും. ആദ്യം ഞങ്ങൾ വിചാരിച്ചു ന്യൂ പോട്ടിൽ പോയിട്ട് അവിടെ വലിയ വാഷിംഗ് മെഷീൻ ഉണ്ട്, അവിടെ പോയിട്ട് വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു ഇവിടെ തന്നെ ഇട്ട് നോക്കാമെന്ന്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഡേർട്ടി ഷൂകൾ ഇതൊക്കെ ഡേർട്ടി ആണല്ലോ. അപ്പം ഇവിടുത്തെ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നതിന് പകരം ന്യൂ പോട്ടിലെ ഈ കാർപ്പറ്റൊക്കെ കഴുകുന്ന വാഷിംഗ് മെഷീനിൽ അപ്പം എന്തൊക്കെയോ പറഞ്ഞേ. അപ്പൊ ഞങ്ങളൊരു പില്ലോ കവർ എടുത്തിട്ടുണ്ട്. അതിനകത്ത് കഴുകാനുള്ള ഷൂകളെല്ലാം ഇട്ടിട്ട് ജസ്റ്റ് ഒരു കെട്ട് കെട്ടിയിട്ട് നമ്മൾ അതിനകത്തോട്ട് ഇടാം കേട്ടോ. ചില ഷൂ നമ്മൾ ശരിക്കും മെഷീൻ വാഷിങ് റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടോ. അത് ശരിക്കും അറിയണമെന്നുണ്ടെങ്കിൽ ഷൂ വാങ്ങുമ്പോഴത്തേക്കും നമ്മൾ ആ ഷൂവിൻ്റെ കവറിൽ തന്നെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പം ചില ഷൂകൾ മെഷീൻ വാഷ് റെക്കമെൻഡ് ചെയ്യാത്ത ഷൂകളുണ്ട് കേട്ടോ. ഞങ്ങൾ ശരിക്കും ഡെയിലി വാഷ് 15 മിനിറ്റ് ഇടാറുള്ളൂ. കാരണം നമ്മുടെ ഉടുപ്പൊന്നും അത്രയ്ക്ക് ഭയങ്കര ഹെവി അഴുക്കൊന്നും ആവാറില്ല. അപ്പം ഡെയിലി വാഷ് ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ഷൂ അല്ല നമ്മുടെ ഡ്രസ്സെല്ലാം വാഷ് ചെയ്യും. അതുപോലെ ഡ്രയർ ആണെങ്കിലും അതിനകത്ത് കബോർഡ് എക്സ്ട്രാ ഡ്രൈ എന്നും പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്, കബോർഡ് ഡ്രൈ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്തോട്ട് എടുത്തിട്ട് തുണികൾ ഒരുപാടുണ്ടെങ്കിൽ കുറച്ചധികം ടൈം എടുക്കും, തുണികൾ കുറച്ചേ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും. ഞങ്ങൾ പ്രോപ്പറായിട്ട് ഡ്രയർ വെച്ചിട്ടാണ് തുണി ഉണക്കുന്നത്, അല്ലാതെ പുറത്തൊന്നും ഇടാറില്ല. അതുപോലെ മറ്റേ ഹീറ്ററിന്റെ മുകളിലോ ഒന്നും അങ്ങനെയൊന്നും തുണി വെച്ചിടാറില്ല കേട്ടോ. ഡ്രയർ ഉപയോഗിക്കാതെ നമ്മൾ ഈ ഹീറ്ററിലും അവിടെ എവിടെയൊക്കെ തുണികൾ ഇങ്ങനെ വിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഒരുപാട് ഇങ്ങനെ ഈ ഹ്യൂമിഡിറ്റി ഉണ്ടായിട്ട് നമുക്ക് എപ്പോഴും അസുഖങ്ങളും നമുക്ക് മൂക്കടപ്പുകളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എപ്പോഴും ജലദോഷങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് എപ്പോഴും ഡ്രയർ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ കഴുകാനായിട്ട് പൗഡർ ഇട്ടിട്ടുണ്ട്. കഴുകാനായിട്ട് ഒരു 15 മിനിറ്റ് വെച്ചേക്കാം കേട്ടോ. ഫ്രണ്ട്സ്, ഇനിയിപ്പം നമ്മൾ പുറത്തോട്ട് ഇറങ്ങുവാണേ. ഇവിടെ ചെയ്തേക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഫുഡ് കഴിക്കും, സ്ലീപ്പ് ചെയ്യും, ഷെയർ ചെയ്ത് കഴിക്കണം. കുഞ്ഞൂസിന്റെ ഫേവററ്റ് ടോയ് ഏതാ? ബേബീസാ. ഇന്നലെ എന്തോ നമ്മൾ വാങ്ങിയത്? ഇന്നലെയും ബേബി വാങ്ങി. കുറേ ബേബി ഉണ്ട്. അപ്പോൾ 6 ബേബി ഉണ്ട്. പിന്നെ ഏതൊക്കെ? പിന്നെ വേറെ ഫേവററ്റ് ടോയ് ഏതാ? ഗ്ലാസ് വെക്ക്, വെയിലടിക്കുന്നെങ്കിൽ. ടോയ് കിച്ചണാ രണ്ടാമത്തെ ഫേവററ്റ്. പിന്നെ ഇതേത് ടോയ്യാ? വൈറ്റ് ഗ്രേ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിവിടെ കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ചെറിയ പിന്നെ ഇത് ആപ്പിള്, ആപ്പിളോ അങ്ങനത്തെ എന്തോ ആണ്. അതിനകത്ത് ലേബൽ ഉണ്ടായിരുന്നു, അത് ഇളകിപ്പോയി. പിന്നെ അതുപോലെ ഇതും നമ്മളെ ബ്ലാക്ക്ബെറി ആണ് കേട്ടോ. കാണിച്ചു താ. ഇതും ചെറിയാണ്. പിന്നെ ഇവിടെയും ഓറഞ്ച് റെഡ് ആവും. ഓക്കെ. ഇത് പിയറാ. ഓക്കെ. ഇത് ഗ്രോ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? യെസ്, നമ്മൾ ഇച്ചിരി ബിഗ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കട്ട് ചെയ്ത് കൊടുക്കും. കാരണം നമ്മളിങ്ങനെ മരമായിട്ട് പോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അതുകൊണ്ട് നമ്മൾ ഇത് കായ്ക്കുമെന്ന് അറിയത്തില്ല. പക്ഷെ ഞാൻ അവിടുത്തെ ഗാർഡൻ ഷോപ്പിൽ ചോദിച്ചപ്പോഴത്തേക്കും പ്രോപ്പറായിട്ട് നമ്മൾ ഇത് ഫീഡ് ഇട്ട് കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. ഇത് കാറ്റടിച്ച് വീഴാതിരിക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ചെറിയൊരു ഇത് വെച്ചിട്ട് ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മതിലിലേക്ക്. അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോമൊക്കെ വരുമ്പോൾ ഇത് അടിച്ച് മറിക്കും. അല്ലെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചട്ടിയായിരിക്കണം. പിന്നെ നമ്മൾ ഈ മതിലിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ ചെടിച്ചട്ടികൾ വാങ്ങിയിട്ട് അതിനകത്ത് ബുഷ് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ലിൻസി തന്നെ, അപ്പുറത്തും സ്മോൾ ലീഫാ. അത് ശരിക്കും ലച്ചു തന്നെ ഇവിടെ ഉള്ള ബുഷിൽ നിന്ന് ബ്രാഞ്ചസ് കട്ട് ചെയ്തിട്ട് ഈ ഓരോ ഇതിനകത്ത് വെച്ചതാണ് കേട്ടോ. വെള്ളം ഒഴിക്കണം നമ്മൾ.
ഓക്കെ, പിടിച്ചു വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഇത് വളർന്ന് വലുതായി വരുമ്പോഴത്തേക്കും മറ്റേ റൗണ്ട് പോലെ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. അതെന്തുവാ കുഞ്ഞുസിന് ഇങ്ങനത്തെ ബഗ്ഗുകളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇതാണേ. എന്തുവാടി കുഞ്ഞു? ബിഗ് ബഗ് അത്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് വെജിറ്റബിൾസ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കൃഷിയുടെ വലിയൊരു ഫാൻസ് അല്ല രണ്ടുപേരും. കൃഷി ഞങ്ങൾക്ക് അത്ര വലിയ താല്പര്യമില്ലാത്ത കേസാണ്. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ ഇതിലെ ഒനിയൻസും കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഓൾറെഡി എടുത്തായിരുന്നു. എന്തുകൊണ്ടാണ് ഞങ്ങൾ വെജിറ്റബിളും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അധികം ചെയ്യാത്തതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെടിച്ചട്ടി വാങ്ങി ഇതിനകത്തൊക്കെ എടുത്ത് വരുമ്പോഴേക്കും തന്നെ ഇവിടെ ഒരുപാട് ഒച്ചുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ കീടനാശിനികൾ അടിക്കണം, അത് അടിക്കണം, അങ്ങനെ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻ ഹൗസ് പ്രോപ്പറായിട്ട് ഉണ്ടാക്കിയിട്ട് ഗ്രീൻ ഹൗസിനുള്ളിനകത്ത് വെജിറ്റബിൾ വളർത്തണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ബഗ്സിനെയും സ്നെയിലിനെയൊക്കെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെയുള്ളതിനോടൊന്നും താല്പര്യമില്ല. പിന്നെ ഗ്രീൻ ഹൗസ് വെക്കുന്നത് തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് സണ്ണ് കിട്ടുന്ന ഏരിയയിൽ തന്നെ വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് പ്രോപ്പറായിട്ട് ചെടികളൊന്നും വെജിറ്റബിൾസ് ഒന്നും വളർത്തിയെടുക്കാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങൾ ഇവിടെയൊന്നും ഈ സണ്ണ് കിട്ടുന്ന ഏരിയയിലൊന്നും ഒരു കൺസ്ട്രക്ഷനും ചെയ്യാതിരിക്കാനാണ് ഞങ്ങൾക്ക് താല്പര്യം. കാരണം അങ്ങനെ ഗ്രീൻ ഹൗസ് വെച്ചിട്ട് അതിൽ നിന്ന് ഉണ്ടാക്കുന്നതിനെക്കാട്ടിയും വളരെ വളരെ ചീപ്പായിട്ട് ഇവിടെ വെജിറ്റബിൾസ് നമുക്ക് ഷോപ്പുകളിൽ, ഗ്രോസറികളിൽ വളരെ ക്ലീൻ ആയിട്ട് അവൈലബിൾ ആയിട്ട് നമുക്ക് കിട്ടും. എന്നിരുന്നാലും ഞങ്ങൾ കുറച്ച് ചെടിച്ചട്ടി വാങ്ങിയിട്ട് അതിനകത്ത് ചുമ്മാ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അതെന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഇത് ബേസിൽ ലീഫാണ്, ഇത് റോസ്മേരിയാണ്, ഇത് തൈംസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ്, അതുപോലെ ഇത് മിൻ്റാണ് കേട്ടോ. ഈ ഹെർബുകളെല്ലാം ഇവിടെ നിന്നോളൂ, ഒരു പ്രശ്നമില്ല. പക്ഷേ ഇങ്ങനത്തെ വെജിറ്റബിൾ, ഇത് ഞാൻ വെച്ചേക്കുന്ന കുറച്ച് റാഡിഷാണ്, പക്ഷേ ഇങ്ങനത്തെ വെജിറ്റബിൾ വെച്ചപ്പോൾ കണ്ടോ, നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് അറിയാൻ പറ്റും നിങ്ങൾക്ക്. ഇത് എല്ലാം ഒച്ച് കഴിച്ചതാണ് കണ്ടോ. പിന്നെ അതിൻ്റെ ലീഫുകളെല്ലാം ഒച്ച് കഴിച്ചിട്ടിങ്ങനെ ഹോള് പോലെ ആയിട്ട് കണ്ടോ, ഒച്ചും അതുപോലെ ചില പുഴുക്കളുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വന്നിട്ട് ലീഫുകളെല്ലാം ഇങ്ങനെ കടിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ പ്രോപ്പറായിട്ട് അതിന് കീടനാശിനികൾ ഒഴിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അത് ഇച്ചിരി ഒരു മെയിൻ്റെനൻസ് ഉള്ള പരിപാടിയാണ്. പിന്നെ അതുപോലെ ഇവിടെ കുറച്ച് ചുമന്നുള്ളിയുടെ ചെറിയ ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ ഈ ഉള്ളിത്തണ്ട് വലുതാവുന്നതിനനുസരിച്ച് കട്ട് ചെയ്ത് കറി വെക്കാറുണ്ട്. എന്നാലും നമുക്കത് അത്ര മനസ്സിന് സാറ്റിസ്ഫൈഡ് അല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ക്ലീൻ അല്ല. കാരണം ഇവിടെ ഒച്ച് കയറുന്നതും ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്താൽ നന്നായിട്ട് വാഷ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ ഗ്രോസറിയിൽ നിന്ന് കിട്ടുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. പിന്നെ ഇവിടെയും ഞങ്ങൾ കുറച്ച് വെജിറ്റബിൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് കിളിച്ച് വരുമോ അതോ കിളിച്ച് വരുമ്പോൾ തന്നെ ഒച്ചൊക്കെ കഴിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല കേട്ടോ. ഞങ്ങളിവിടെ കുറേ സോളാർ ലൈറ്റുകൾ വാങ്ങി ഈ മതിലിൻ്റെ പില്ലേഴ്സിലെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നൈറ്റിലെല്ലാം അടിപൊളിയായിട്ട് വെട്ടം തരും. അപ്പം സമ്മറിൽ ഇത് നന്നായിട്ട് ഒരു 3-3.5 മണിക്കൂറോളം നിൽക്കുന്നുണ്ട്. ഇതെല്ലാം ചെറിയ ഷോപ്പിൽ നിന്ന് ടെമു അല്ലെങ്കിൽ ആമസോൺ അങ്ങനെയുള്ള ഓൺലൈൻ സൈറ്റുകളിലൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ഉള്ള സൈറ്റിൽ നിന്ന് നമ്മൾ വാങ്ങി ഫിക്സ് ചെയ്തേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് സമ്മറിൽ ഞങ്ങൾക്കൊരു 3-3.5 മണിക്കൂറോളം നമുക്ക് വെട്ടം തരുന്നുണ്ട്. ഇനി വൺസ് ഇതിലേതെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും അതേ ഓൺലൈൻ സൈറ്റിൽ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് വാങ്ങി വെക്കാൻ പറ്റും കേട്ടോ. വളരെ ചീപ്പ് റേറ്റിന് കിട്ടിയ സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാ മതിലുകളിലും ഞങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല രസമാണ്. നൈറ്റിൽ ഞാൻ വീഡിയോ എടുത്തേക്കാം, അപ്പോൾ അത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അതുപോലെ നമ്മൾ ബോയിലർ റൂമിൻ്റെ അങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഈ ഇരിക്കുന്നതും നമ്മൾ സോളാർ ലൈറ്റാണ് വെച്ചേക്കുന്നത് കേട്ടോ. ഇതിന് പറയുന്നത്ര നേരം നിൽക്കത്തില്ല. ഇതൊരു 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് അണഞ്ഞു പോകും. പക്ഷേ ഇത് നല്ല രസമാണ്. നൈറ്റിൽ നല്ല രസത്തിൽ ഇങ്ങനെ നിൽക്കും. പക്ഷേ ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂറിനുള്ളിൽ ഇതിൻ്റെ ചാർജ് തീർന്ന് അണഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അങ്ങനെ ബോയിലർ റൂമിലും നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ വീടിൻ്റെ ഭിത്തിയിൽ ഒരു ടൈപ്പ് സോളാർ വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഈ ഇരിക്കുന്ന സോളാർ ലൈറ്റ് കേട്ടോ. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ബാറ്റ്മാൻ്റെ ലൈറ്റിൻ്റെ ഷേപ്പ് പോലെ ഉണ്ട്.
ഇതും നമുക്ക് കുറച്ച് ഇത് വിത്ത് PIR സെൻസറാണ് എന്ന് വെച്ചാൽ ആൾക്കാർ വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ പ്രകാശിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഡിം ലൈറ്റിൽ കിടക്കും കേട്ടോ. ഇത് നമ്മൾ ഓൺലൈൻ സൈറ്റിൽ നിന്ന് വാങ്ങിയതാണ്, ടെമൂന്ന് അങ്ങനെയുള്ള സൈറ്റിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് അധിക നേരം ഒരു 2 hour മാക്സിമം പ്രകാശിച്ച് നിൽക്കത്തുള്ളൂ. എന്ന് വെച്ചാൽ സണ്ണ് പോകുമ്പം ഇരുട്ടാവുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ഇത് ഓണാവും. എന്നിട്ട് ആൾക്കാർ വരുമ്പോഴത്തേക്കും ഫെയ്ഡായിട്ട് കിടക്കും. എന്നിട്ട് ആൾക്കാർ വരുമ്പോഴത്തേക്കും നല്ല രീതിയിൽ പ്രകാശിക്കും. എന്ന് വെച്ചാൽ മോഷൻ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്രകാശിക്കും. പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താ, ഇത് ഞങ്ങൾ ഇവിടുത്തെ B&Q എന്ന് പറയുന്ന ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഹാർഡ്വെയർ ഷോപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ പ്ലംബിങ് ആക്സസറീസ്, ടൈല് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്ന B&Q എന്ന് പറയുന്ന വീടിന് വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും, മിക്കവാറും എല്ലാ സാധനങ്ങളും ആ ഷോപ്പിലുണ്ട്. അവിടുന്ന് വാങ്ങിയതാണ്. ഇത് കുറച്ചുകൂടെ നല്ല രീതിയിൽ നമുക്ക് പ്രകാശമുണ്ട്, അതുപോലെ ഭയങ്കര ലോങ് ആയിട്ട് ഇത് നിൽക്കുന്നതുമുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, ഇനിയിപ്പോൾ ഞാൻ വേറൊരു കാര്യം ഇവിടെ പറഞ്ഞുതരാം. നമ്മൾ ഈ സോളാർ ലൈറ്റ് വാങ്ങുമ്പോഴത്തേക്കും അല്ലെങ്കിൽ LED ലൈറ്റ്സ് വാങ്ങുമ്പോഴത്തേക്കും അതിനകത്ത് ലൂമിനസെൻസ് എന്ന് പറഞ്ഞിട്ടൊരു ടേം ഉണ്ട് കേട്ടോ. അപ്പോൾ ലൂമിനസെൻസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിന് പവർ കൂടുതലെന്നാണ് അർത്ഥം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ സൈഡിൽ വെച്ചേക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മൾ ഓൺലൈൻ സൈറ്റ് ടെമൂന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇതിന് ശരിക്കും ലൂമിനസെൻസ് കുറവാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ബാറ്ററി പവറും കുറവാണ്, ബാറ്ററി സ്റ്റോറേജ് കപ്പാസിറ്റിയും കുറവാണ്. അതുകൊണ്ടാണ് ഇത് നേരത്തെ ഒരു 1 hour 1.5 hour വെട്ടം തരത്തുള്ളൂ. അത് കഴിഞ്ഞത് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ചാർജ് തീർന്ന് ഓഫായി പോവും. പക്ഷേ ഇത് ഞങ്ങൾ B&Q എന്ന് വാങ്ങിയെന്ന് പറഞ്ഞല്ലോ, ഈ ലൈറ്റ് എന്ന് പറയുന്നത് ലൂമിനസെൻസ് കൂടിയ ലൈറ്റാണ്. അതുകൊണ്ട് തന്നെ അതിന് ബാറ്ററി ബാക്കപ്പും കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതൊരു 2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 2.5 മണിക്കൂറോളം 3 മണിക്കൂറോളം ഞങ്ങൾക്ക് വെട്ടം കിട്ടാറുണ്ട്. അതുപോലെ നല്ല രീതിയിൽ ഇതിന് പ്രകാശവും തരാറുണ്ട് കേട്ടോ. ഞാൻ നൈറ്റിൽ വീഡിയോ കാണിക്കുമ്പോഴത്തേക്കും എന്തായാലും നിങ്ങളെ കാണിച്ചേക്കാം കേട്ടോ. പിന്നെ PIRും നമ്മൾ നോക്കി വാങ്ങുക. PIR സെൻസറുള്ള ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഡിമ്മായിട്ട് കിടക്കും. ആൾക്കാർ വരുമ്പോൾ അല്ലെങ്കിൽ മോഷൻ വരുമ്പോൾ മാത്രമേ ഉള്ളൂ നല്ല രീതിയിൽ പ്രകാശം കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചാർജ് നല്ല രീതിയിൽ കീപ്പ് ചെയ്ത് കുറച്ചധികം നേരം ഇത് നിൽക്കാൻ കുറച്ചധികം നേരം വെട്ടം തരാൻ വേണ്ടി അതിന് ഹെൽപ്ഫുൾ ആവും കേട്ടോ. കുഞ്ഞൂസ് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോറ് ക്ലോസ് ചെയ്തിടണം, അല്ലെങ്കിൽ സ്ട്രേഞ്ചർ വരും, സ്പൈഡർ കയറും, ബീസ് കയറും. സ്ട്രേഞ്ചർ വന്നാൽ കുഞ്ഞൂസിനെ ക്യാച്ച് ചെയ്യും, ജയിലിൽ കൊണ്ടുപോകും. ഓ മൈ ഗോഡ്, കുഞ്ഞൂസിനെ ക്യാച്ച് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ക്യാമറ വെച്ചിട്ടുണ്ട്. അത് കുഞ്ഞൂസിൻ്റെ അടുത്ത് ഞങ്ങൾ പറഞ്ഞു കൊടുത്തതാണ്. സ്ട്രേഞ്ചറിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്യാമറ വെച്ചിട്ടുണ്ട്. ദേ ക്യാമറ അവിടെ ഉണ്ട്, കാണിച്ചു കൊടുക്ക് ക്യാമറ എവിടെ ഉണ്ടെന്ന്. ഇവിടെയാ മമ്മി സ്ലീപ്പ് ചെയ്യും. അതുകൊണ്ട് ടിപ്പ് ടോപ്പ് വാക്ക് ചെയ്യണം. ഓക്കെ, ഫ്രണ്ട്സ്, കുഞ്ഞൂസ് ഇപ്പോഴേ ഒറ്റയ്ക്കാണ് കുഞ്ഞൂസിൻ്റെ ബെഡിൽ കിടക്കുന്നത് കേട്ടോ. അപ്പം അത് ഞങ്ങൾ മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കുഞ്ഞൂസിന് ഇവിടെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. അതാണ് കുഞ്ഞൂസ് പറഞ്ഞത്, ഇവിടെ നമ്മൾ ക്യാമറ റീസെൻ്റ്ലി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞൂസിൻ്റെ റൂമിലുള്ള ഈ ക്യാമറ ശരിക്കും ഒരു ഇൻഡോർ ക്യാമറയാണ്. ഇത് സെപ്പറേറ്റ് നമ്മൾ അതിനൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, സ്വിസ് എന്ന് പറഞ്ഞിട്ടൊരു ക്യാമറയാണ് കേട്ടോ. അതിൻ്റെ ആപ്ലിക്കേഷനിൽ തന്നെ നമുക്ക് കുഞ്ഞൂസിനെ നൈറ്റിൽ മോണിറ്റർ ചെയ്യാം കേട്ടോ. നൈറ്റ് വിഷൻ ഉള്ള ക്യാമറയാണ്. അപ്പോൾ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് ഞങ്ങൾക്ക്. നൈറ്റിൽ കുഞ്ഞൂസിനെ ഇവിടെ നമുക്ക് ഉറങ്ങുന്നതൊക്കെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ വേണ്ടി വളരെ ഹെൽപ്ഫുള്ളായിട്ട് നമ്മൾ വെച്ചേക്കുന്ന ഒരു ക്യാമറയാണ് കേട്ടോ.
ഇനിയിപ്പോൾ കുഞ്ഞൂസ് പറഞ്ഞല്ലോ ഇവിടെ സ്ട്രേഞ്ചർ വന്നാൽ നമ്മൾ ക്യാച്ച് ചെയ്യാൻ വേണ്ടി ക്യാമറ വെച്ചിട്ടുണ്ടെന്ന്. അപ്പം ആ ക്യാമറയുടെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതാണ് ഞങ്ങൾ വെച്ചേക്കുന്ന ക്യാമറ. ഇത് ടപ്പോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാമറയാണ് കേട്ടോ. ടപ്പോ ഇത് TP ലിങ്കിൻ്റെയാണ്. നല്ല TP ലിങ്ക് നല്ല കമ്പനിയാണ്. അത്യാവശ്യം നല്ല റൗട്ടേഴ്സും നെറ്റ്വർക്ക് റൗട്ടേഴ്സൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. ഇത് ഞങ്ങൾ തന്നെ ഫിക്സ് ചെയ്തതാണ്. ഞങ്ങൾ 3 സ്ഥലത്തും വെച്ചിട്ടുണ്ട്, 3 കോർണറിലും വെച്ചിട്ടുണ്ട്. നമ്മുടെ ബാക്ക് യാർഡും കറക്റ്റായിട്ട് ഇത് മോണിറ്റർ ചെയ്യും. അതുപോലെ മോഷൻ വരുവാണെങ്കിൽ അതിനുള്ള റെക്കോർഡിംഗ് ഫെസിലിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ ഞാൻ ക്ലൗഡും കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു മാസം എനിക്ക് 10 യൂറോയാണ് ക്യാമറയുടെ ക്ലൗഡിന് വേണ്ടി സ്പെൻഡ് ആവുന്നത് കേട്ടോ. അതുപോലെ നമ്മുടെ ഇവിടുത്തെ ബോയിലർ റൂമിൻ്റെ അടുത്തും ഇവിടുന്ന് ഒരു ആംഗിളിൽ നമ്മൾ ക്യാമറ വെച്ചിട്ടുണ്ട്. ദേ ഇത് നമ്മൾ ഈ ബാക്ക് യാർഡ് മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ നല്ലൊരു രീതിയിൽ ക്യാമറ സെറ്റ് ചെയ്തു. അതുപോലെ ഈ ഫ്രണ്ട് ഏരിയ കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ കോർണറിലും നമ്മൾ ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ 3 ക്യാമറയും കൂടെ ചേർത്താണ് എനിക്ക് 10 യൂറോ ഒരു മാസം സ്പെൻഡ് ആവുന്നത് കേട്ടോ. അത് ക്യാമറയുടെ ക്ലൗഡിനെ ഞാൻ ക്യാമറയുടെ ക്ലൗഡ് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ആണ് 10 യൂറോ എനിക്ക് സ്പെൻഡ് ആവുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ മെമ്മറി കാർഡ് ഇടാൻ പറ്റും. മെമ്മറി കാർഡ് ഇട്ടാൽ ആ മെമ്മറി ഫില്ലാവുന്നതിനനുസരിച്ച് അത് ഓവർ റൈറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ക്ലൗഡ് കണക്ട് ചെയ്തുള്ളൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും വന്ന് ഇപ്പോൾ ക്യാമറ നശിച്ചു പോയാലും നമുക്ക് ആ സ്റ്റോറേജ് എപ്പോഴും ഉണ്ടാവും. ഇപ്പോൾ മെമ്മറി കാർഡ് ലോസായി പോയാലും ക്ലൗഡിൽ ഈ സ്റ്റോറേജ് എന്തായാലും ഉണ്ടാവും കേട്ടോ. അപ്പം എനിക്കെപ്പോഴും ക്ലൗഡാണ് ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയത്. പിന്നെ ഈ ക്യാമറ നമുക്ക് ഹാർവേ നോർമലിലും അവിടെയൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. ഏകദേശം ഒരു 70 യൂറോ അടുപ്പിച്ചിട്ടൊക്കെ ഉള്ളൂ. പിന്നെ ചില സമയം ഓഫറൊക്കെ വരും. അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടിയപ്പോഴത്തേക്കും ഞങ്ങൾ 3 സ്ഥലത്തും വാങ്ങി ഫിക്സ് ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ ക്യാമറ കൂടാതെ ഞങ്ങളിവിടെ അലാമും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ ഞങ്ങളൊരു പ്രോപ്പർ കമ്പനിയെ വിളിച്ചിട്ട് 2-3 കമ്പനികളെ വിളിച്ച് കോട്ടെടുത്തിട്ടുണ്ടായിരുന്നു. ഫോൺ വാച്ച്, അതുപോലെ ഹോം സെക്യൂർ, 24/7 അലാം തരുന്ന വേറെ ഏതൊക്കെയോ കമ്പനികളെ ഞാൻ വിളിച്ച് കോട്ടെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് കുറച്ച് കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയ ഹോം സെക്യൂർ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഞങ്ങളിപ്പം. ഇത് ശരിക്കും നമ്മൾ ഇപ്പം വീട് വിട്ട് പോകുമ്പം നമുക്ക് ഇവിടെ അലാം ആം ചെയ്തിടാം, വീട് ഫുൾ ആം ചെയ്തിടാം. അപ്പം വീടിനകത്ത് എന്തെങ്കിലും മോഷൻ വരികയോ അല്ലെങ്കിൽ ആരെങ്കിലും ഹൗസ് ബ്രേക്ക് ചെയ്ത് അകത്ത് കയറുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഹോം സെക്യൂർ ടീമിൻ്റെ സെക്യൂരിറ്റി ഓൺലൈനായിട്ട് നമ്മുടെ ഹൗസ് വാച്ച് ചെയ്യുന്നുണ്ടാവും. അപ്പം നമ്മുടെ ഹൗസിൽ എന്തെങ്കിലും ആക്ടിവിറ്റി നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അലേർട്ട് ചെല്ലും. ഹോം സെക്യൂറിൻ്റെ സെക്യൂരിറ്റിക്ക് അലേർട്ട് ചെല്ലും. അവർക്ക് ഓൺലൈനായിട്ട് തന്നെ മോണിറ്റർ ചെയ്യാൻ പറ്റും. എന്നിട്ട് അവർ ഗാർഡയെ ഇൻഫോം ചെയ്യും, അതുമല്ല നമ്മളെയും ഇൻഫോം ചെയ്യും. അങ്ങനെയാണ് അതിൻ്റെ ഒരു സിസ്റ്റം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പീസ് ഓഫ് മൈൻഡാണ്. നമുക്കിപ്പം ഹോളിഡേക്ക് പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട് സെക്യൂർ ആയിരിക്കും. അതുമല്ല നമുക്ക് വീടിനകത്ത് എന്തെങ്കിലും തെഫ്റ്റോ കാര്യങ്ങളോ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് കിട്ടാനും കുറച്ചുകൂടെ നല്ലതാണ് ഇങ്ങനെയുള്ളൊരു അലാം സെക്യൂരിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പം ഇത് പുറത്ത് പോകുമ്പോൾ ഇതിനൊരു കീപാഡുണ്ട്. ആ കീപാഡിൽ നമ്മൾ നമ്പർ അടിച്ച് ഹൗസ് ആം ചെയ്തിടണം. അതുപോലെ നമുക്ക് ആപ്ലിക്കേഷനും ഉണ്ട് മൊബൈൽ ത്രൂ നമുക്ക് ആം ചെയ്തിടാം, ഹൗസ് ആം ചെയ്തിടാം. ഇതിനു വേണ്ടി ഹോം സെക്യൂറിന് വേണ്ടി നമുക്ക് സ്പെൻഡ് ആവുന്നത് ഏകദേശം 25 യൂറോ ആണ് മാസം തോറും കേട്ടോ. പിന്നെ ഞങ്ങൾ തന്നെ വാങ്ങി സെറ്റ് ചെയ്ത വേറൊരു കാര്യം കൂടെ ഉണ്ട്. അത് നമ്മുടെ റിംഗ് ആണ് കേട്ടോ. റിംഗ് എന്ന് വെച്ചാൽ ഡോർബെല്ല്. ഇത് ഞാൻ പണ്ട് അപ്പാർട്ട്മെൻറ്റിൽ നിന്നപ്പോഴും ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ വെച്ചിരുന്നത് ബാറ്ററി പവേർഡ് ആയിരുന്നു. ഇത് പക്ഷേ വയേർഡ് ഡോർബെല്ലാണ് കേട്ടോ. ഇതിനകത്തും അലേർട്ട് വരും. അത് മാത്രമല്ല ആരെങ്കിലും ഇപ്പം പോസ്റ്റ് ഓഫീസ് എന്തെങ്കിലും പാക്കേജ് ഡ്രോപ്പ് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ വീട്ടിലില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിൽ റിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളോട് സംസാരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളൊരു ഗുണവും ഇതിനകത്തുണ്ട്. അത് ടപ്പോ എന്ന് പറഞ്ഞാൽ ആ ക്യാമറയിൽ നമുക്ക് സംസാരിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ ആരെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് വോയിസ് കോൾ ചെയ്തിട്ട് അയാളോട്ട് സംസാരിക്കാം, ആ ക്യാമറയിലും സംസാരിക്കാം. അപ്പോൾ അങ്ങനെ കുറേ ഞങ്ങളായിട്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ എക്സ്ട്രാ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. റിങ്ങും ഞാൻ ക്ലൗഡുമായിട്ട് കണക്ട് ചെയ്തേക്കാം. റിങ്ങിൻ്റെ തന്നെ ക്ലൗഡ് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ട്. അത് ഏകദേശം ഒരു 4 യൂറോ 5 യൂറോ അടുപ്പിച്ചാണ് എനിക്ക് ക്ലൗഡ് സബ്സ്ക്രിപ്ഷൻ വരുന്നത്. ഈ ഹോം സെക്യൂർ മോണിറ്റേർഡ് അലാം ശരിക്കും അവരുടെ ടീം വന്നാണ് നമ്മളടുത്ത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നത്. അത് നമ്മുടെ വിൻഡോസിലും അതുപോലെ നമ്മുടെ ഡോറുകളിലും എല്ലാം അവർ മോഷൻ സെൻസറും എല്ലാം കണക്ട് ചെയ്യും. അതുപോലെ വീടിനകത്തും മോഷൻ സെൻസറും എല്ലാം സെറ്റ് ചെയ്ത് അങ്ങനെ അവർ ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ക്യാമറയും അതുപോലെ ഡോർബെല്ലും ഈ അലാമൊക്കെ ഇവിടുത്തെ എല്ലാ വീടുകളിലും കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേക്കും വീടിനകത്ത് അലാമൊന്നും ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അതുപോലെ ക്യാമറ ഇല്ലായിരുന്നു, ഡോർബെല്ലൊന്നും ഇല്ലായിരുന്നു.
പിന്നെ ഇങ്ങനത്തെ കുറച്ച് ലൈറ്റുകളൊക്കെ നമുക്ക് പുറത്ത് വെക്കണം എന്നും പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സെറ്റ് ചെയ്തത് നിങ്ങളെ കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പം പുതിയ വീടുകളാണെങ്കിൽ പോലും അവർ ഹൗസ് അലാമും എല്ലാം ഇൻസ്റ്റാൾ ചെയ്തിട്ടൊക്കെ കൊടുക്കുന്ന ടീം കൊടുക്കുന്ന ഹൗസസൊക്കെ ഉണ്ട്. അതുപോലെ ഇപ്പോൾ വീടുകൾ വാങ്ങാൻ പോകുമ്പോഴും നിങ്ങൾക്ക് ഈ അലാമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതുപോലെ ക്യാമറയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അവർ മെൻഷൻ ചെയ്ത് പറയാറുണ്ട് കേട്ടോ. ഇനി അതില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് തന്നെ വാങ്ങി സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ ഞങ്ങളുടെ ഡ്രൈവേയിൽ ഞങ്ങൾ കുറച്ച് സോളാർ ലൈറ്റുകൾ വാങ്ങി കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും നൈറ്റിൽ നല്ല പ്രകാശം തരുന്ന ലൈറ്റുകളാണ്. ഒത്തിരി നേരം നിൽക്കുന്നത് കൊണ്ട് കേട്ടോ. ഇത് നോക്കി, നല്ല രസമുള്ള ലൈറ്റുകളാണ്. നൈറ്റിൽ ഓണാകുമ്പോൾ ഇത് കാണാൻ നല്ല രസമാണ്.